എന്താ കാലത്ത് തന്നെ നാരങ്ങ സോഡ അടിക്കുന്നത്? ഇന്നലെ തന്നെ തോന്നുന്നു, തലയ്ക്ക് വല്ലാത്ത ഭാരം. ആ ഭാരമല്ലേ, അതൊക്കെ ഞാൻ മാറ്റിത്തരാം. നീ വാ. എവിടേക്കാ? നീ മറന്നോ ഇന്നലെ നമ്മൾ സംസാരിച്ച കാര്യം? ആ ബിസിനസിന്റെ കാര്യം. വാ വാ. എന്താ ഇവിടെ? ആളിവിടെ കാണാന്ന് പറഞ്ഞേ, ഞാൻ ഒന്ന് വിളിച്ചോണ്ട്. ഡേവിസേ. ഹലോ, എവിടെയാ? ഞാൻ അകത്തുണ്ട്. ശരി, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ ഓക്കെ. ശിവേട്ടൻ, ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ ആള്. ലോട്ടറി കിട്ടിയ ആള് അല്ലേ? അതെ, ദാമു. ദാമു. അയ്യോ, ഞാനങ്ങനെ കഴിക്കാറില്ല. ഈ മദ്യപിക്കില്ല എന്ന് പറയുന്നവരെ എനിക്ക് തീരെ വിശ്വാസമില്ല. വെറും കള്ളത്തരോ. നിങ്ങൾ കഴിച്ചേ. ഇത് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളുമായിട്ട് ഒരു ബിസിനസ്സും ഇല്ല. എന്താ ഡേവിസേ? കുഴപ്പമൊന്നുമില്ല, കഴിക്കേ. എന്താ ഈ പൈസയുടെ കാര്യം? ശിവേട്ടാ, ഇതിൽ 20,000 രൂപയുണ്ട്. ശിവേട്ടൻ എന്ത് ബിസിനസ്സാ ചെയ്ത് എനിക്ക് കുറച്ച് താ. പേടിച്ചോ? നമ്മുടെ പയ്യനാ, ഒന്ന് രക്ഷപ്പെടുത്തി കൊടുക്ക്. ഓക്കെല്ലേ? കുഴപ്പമില്ല. ദാമുവിന് ഒന്നും കൂടെ ആകാം അല്ലേ? അയ്യോ, എന്താ വേണ്ട, വിടറി. എനിക്കറിയാൻ നടക്കാൻ. നിങ്ങളിത് എന്തുദ്ദേശിച്ച? നമുക്കൊരു മോളുള്ള കാര്യം മറന്നോ? എടേ, എന്നെ ഉപദേശിക്കാനൊന്നും പറയണ്ട. എന്തിനച്ഛ ഇങ്ങനെ കുടിക്കുന്നത്?
ശിവേട്ടാ ആ ഞാൻ അന്വേഷിച്ച് നടക്കായിരുന്നു. ദാമോ എന്താടാ നിന്റെ ഈ കോലം? നീ എന്നും ഫിറ്റാണല്ലോ. കാലത്തെണീറ്റ് തുടങ്ങുന്നുണ്ടല്ലോ. കഷ്ടം. എനിക്ക് കുറച്ച് പൈസ വേണം. മോൾക്ക് തീരെ സുഖമില്ല. എടാ നീ ഇത് എത്രയാ വാങ്ങിച്ചു കൂട്ടുന്നേ? വല്ല കണക്കുണ്ടോ നിനക്ക്? അതിന് എൻ്റെ അതിന് ശിവന്റെ വീട്ടിലുണ്ടല്ലോ. പിന്നെ എന്തിനാ പേടിക്കണേ? ആ എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ തന്നിട്ടുണ്ടോ തിരിച്ചു വാങ്ങാനും കഴിവുണ്ട്. എത്ര വേണം നിനക്ക്? ഇതെന്ന് തിരിച്ചു തരാനാ ഉദ്ദേശിക്കുന്നത്? എന്തായാലും തന്നേക്കാം. പോരെ? ആ എണ്ണി നോക്ക്. ഏയ് ചേട്ടാ ചേട്ടാ നിക്ക്. നല്ല നമ്പർ നോക്കിട്ട് നല്ല എടുക്കുക. കണ്ടോ മോൾക്ക് അസുഖമാണെന്ന്. ഇവനൊന്നും നന്നാകാൻ പോണില്ല. ഇത് എടുക്കൽ മാത്രമേ ഉള്ളൂ. പേടിച്ച കാശിപ്പ് കഴിയുന്ന തോന്നണം. നോക്കട്ടെ, ഇന്ന് കിട്ടിയാൽ മതിയായിരുന്നു. ഓ 3:30 വരെ കാത്തിരിക്കണേ. മോളുടെ അച്ചവിടെ വീണ് കിടക്കുന്നുണ്ട്. ആരൊക്കെ ചീത്തയും പറയണ്ട്. അയ്യോ അച്ഛാ 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 എഴുന്നേക്കച്ചാ എഴുന്നേക്കച്ചാ അച്ഛാ അച്ഛാ ചേട്ടാ അച്ഛാ അച്ഛാ എഴുന്നേക്കച്ചാ അച്ഛാ എഴുന്നേക്കച്ചാ വീട്ടിൽ പോവാച്ചാ അച്ഛാ എഴുന്നേക്കച്ചാ അച്ഛാ അച്ഛാ ഇതെല്ലാം എടുത്തു വെക്കടാ. പഴയതെല്ലാം കൂട്ടി 560 രൂപയുണ്ട്. എല്ലാം കൂടി കുറച്ച് ദിവസത്തിനകം കൊണ്ടുവന്ന് തരാം. എടി നിന്റെ ഭർത്താവിന് കള്ളു കുടിച്ച് ചീട്ട് കളിച്ച് നടക്കാൻ കാശുണ്ടല്ലോ. വാങ്ങിച്ച് തിന്നതിന്റെ കാശ് മാത്രം തരാൻ ഇല്ല അല്ലേ? എടാ ഇതെല്ലാം എടുത്ത് ഉള്ളിലേക്ക് വെക്കി. പ്രഭേട്ടാ അങ്ങനെ പറയല്ലേ. ഞാൻ എങ്ങനെയെങ്കിലും പൈസ കൊണ്ടുവന്ന് തരാം. നീ എങ്ങനെ തരും? ദാമൊരു പണിക്ക് പോകുന്നില്ലെന്ന് എനിക്കറിയാം. അല്ല നീ വേറെ വല്ല പണിക്കും പോകുന്നുണ്ടോ? വേണമെങ്കിൽ അരി മാത്രം കൊണ്ടുപോയിക്കോ, അതും എന്റെ കാരണം കൊണ്ട്. എടാ നീ ആ അരി മാത്രം എടുത്തു കൊടുക്ക്.